ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദാരിയസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വിനാഗിരി വെച്ചിട്ടുള്ള ഒരുപാട് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളുണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ വീട്ടിൽ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അതിലേറ്റവും സിമ്പിളും അതേപോലെ തന്നെ കുറഞ്ഞ ക്വാണ്ടിറ്റി കുറഞ്ഞ അളവിൽ മാത്രം മതി കേട്ടോ നമുക്ക് വിനാഗിരി ചേർത്തെടുക്കാൻ. അപ്പോൾ അതിലേറ്റവും സിമ്പിളായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെ കേട്ടോ ഒന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ വിനാഗിരി നമുക്ക് അച്ചാറിടാൻ മാത്രമല്ല, നമുക്ക് നമ്മുടെ വീട്ടിലെ ക്ലീനിങ് ടിപ്പിന് ഒരുപാട് ഉപകാരപ്രദമാണ് കേട്ടോ ഈ ഒരു വിനാഗിരി. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക. പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ കുറഞ്ഞ ചിലവിൽ കുറഞ്ഞ അളവിൽ മാത്രം മതി കേട്ടോ ഈ ഒരു വിനാഗിരി നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് ക്ലീനിങ് ടിപ്സുകളുണ്ട് നമുക്ക് വിനാഗിരി വെച്ചിട്ട് ചെയ്തെടുക്കാൻ. നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ടിപ്സുകളുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് കണ്ടിട്ട് ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ വിനാഗിരിയും ഞാൻ കുറച്ച് ഉപ്പും കൂടെ അവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം വിനാഗിരി ഉപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ കിച്ചണിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് ഐറ്റമാണ് വിനാഗിരി ഉപ്പും. എന്തായാലും എല്ലാവരുടെ കിച്ചണിലും ഉള്ള ഈ ഒരു രണ്ട് ഐറ്റമാണ് കേട്ടോ. അപ്പം വളരെ വില കുറവും ആണ്. അത് മാത്രമല്ല നമുക്ക് ക്ലീനിങ്ങിന് ഒരുപാട് ആവശ്യമായിട്ട് രണ്ട് ഇൻഗ്രീഡിയൻറ്റും കൂടെ ആട്ടോ അത് രണ്ടും. അപ്പം നമുക്ക് ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. ആദ്യത്തെ ടിപ്പിനായിട്ട് ഞാനൊരു പാത്രത്തിലോട്ടേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം വിനാഗിരി വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രം മതി കേട്ടോ. അപ്പോൾ ഒരു സ്പൂണ് വിനാഗിരിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഈ ഒരു വിനാഗിരിയിൽ ഒരു ടിഷ്യൂ പേപ്പർ മുക്കിയിട്ട് നല്ലോണം ഒന്ന് പിഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കിച്ചണിലുള്ള കണ്ടെയ്നറുകളൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കടുക്, ഉലുവ, പെരിഞ്ജീരകം എല്ലാം ഇട്ട് വെക്കുന്ന ഇതേപോലത്തെ കണ്ടെയ്നറുകൾ നല്ല രീതിയിൽ തന്നെ ഈ ഒരു വിനാഗിരി മുക്കിയിട്ടുള്ള ഈ ഒരു സൊല്യൂഷനിൽ നമ്മളൊന്ന് തുടച്ച് കൊടുക്കട്ടോ. ഒന്നുകിൽ ടിഷ്യൂ എടുക്കുക, അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് ഇതേപോലെ നല്ലോണം ഒന്ന് അതിൻ്റെ ആ ഒരു അടപ്പും മുകൾ ഭാഗവും ഒക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് തുടച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ആ പാത്രത്തിനൊക്കെ നല്ലൊരു ഷൈനിങ് ഉണ്ടാവും കേട്ടോ. നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ എടുക്കുന്ന സമയത്ത് എങ്ങനെ കൈ തുടച്ചെടുക്കുമ്പോഴും അതിൻ്റെ അടപ്പിലും പാത്രത്തിലൊക്കെ ഉണ്ടാവും, ചെറുതായിട്ട് പറ്റി പിടിച്ചിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇതേ രീതിയിൽ നമുക്ക് വിനാഗിരി വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ പാത്രങ്ങളൊക്കെ നല്ല ഷൈനിങ് ഉണ്ടാവും, നല്ല വൃത്തി ഉണ്ടാവും. അതുമാത്രമല്ല കിച്ചണിൽ കാണുന്ന ചെറിയ തരം പൊടിയീച്ചകളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പം ഈ ഒരു പൊടിയീച്ചകളൊക്കെ ഈ ഒരു അടപ്പിൻ്റെ മുകളിലൊക്കെ വന്നിരിക്കും. അപ്പോൾ കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു എന്താ പറയുക, ഒരു അറപ്പാണല്ലോ നമുക്ക് ഈ ഒരു പൊടിയീച്ച ഇങ്ങനെ വന്നിരിക്കുന്നത് കാണുമ്പോൾ തന്നെ. അപ്പം നമുക്ക് അതെല്ലാം ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് വിനാഗിരിയിൽ മുക്കിയിട്ട് ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുക്കുക കേട്ടോ. പാത്രത്തിൻ്റെ അടപ്പും പാത്രമൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് അമർത്തി തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു പാത്രം നല്ല ഷൈനിങ്ങും ഉണ്ടാവും, നല്ലൊരു വിനാഗിരിൻ്റെ സ്മെല്ലും ഉണ്ടാവും. ഈ ഒരു സ്മെല്ല് കാരണം നമുക്ക് ഇതിൻ്റെ മുകളിൽ കൊതുകോ ഈച്ചയോ ഉറുമ്പോ ഒന്നും വരാൻ ചാൻസ് ഇല്ല കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഇതേ രീതിയിൽ നിങ്ങളൊന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കിച്ചണിലുള്ള പാത്രങ്ങളെല്ലാം നല്ല നീറ്റായിട്ട് നല്ല ക്ലീനായിട്ട് നല്ല വൃത്തിയോട് കൂടിയിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലുണ്ടാവുമല്ലോ ഇതേപോലത്തെ സെറാമിക്കിൻ്റെ കപ്പൊക്കെ. അപ്പോൾ നമ്മൾ ചായയൊക്കെ എടുക്കുന്ന സമയത്ത് അതിൽ പെട്ടെന്ന് തന്നെ ആ ഒരു കപ്പിൻ്റെ ഉള്ളിലേക്ക് ചായക്കറ കെട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു ചായക്കറൊക്കെ ഒഴിവാക്കാനും അതേപോലെ തന്നെ ഈ ഒരു കപ്പിൻ്റെ ഉൾവശം നല്ല ക്ലീൻ ആവാനും വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഉപ്പിട്ടതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഇതേപോലെ ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കാം കേട്ടോ. കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഉരച്ചെടുക്കുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ചായക്കറയൊക്കെ പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. ഉപ്പും വിനാഗിരിയും മാത്രമാണ് ഞാനിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിൽ ഡിഷ് വാഷ് ലിക്വിഡോ അതേപോലെ സോപ്പും പൊടിയോ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഈ ഒരു ഉപ്പും അതേപോലെ തന്നെ വിനാഗിരിയും ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് സ്ക്രബ്ബറൊന്നും യൂസ് ചെയ്തിട്ടില്ല. കൈ വെച്ചിട്ടൊന്ന് ഉരച്ചെടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു കപ്പിൻ്റെ എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് കൈവച്ചൊന്ന് ഉരച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഇത് ക്ലീനായി കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ഞാനിതിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന കപ്പാണ് കേട്ടോ, ചായക്ക് എടുക്കുന്ന കപ്പ് തന്നെയാണ് കുട്ടികൾക്കൊക്കെ. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ ഈ ഒരു ഉപ്പിൻ്റെ ആ ഒരു തരിതരി ഉണ്ടാവല്ലോ, പിന്നെ നമുക്കിതിൽ വിനാഗിരി ഉള്ളത് കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു കപ്പൊക്കെ ക്ലീനായി കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ.
ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് വിനാഗിരി വെച്ചിട്ട് നമുക്ക് നമ്മുടെ കിച്ചണിലെ ഗ്യാസ് സ്റ്റൗ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ കിച്ചണിൽ പണികളൊക്കെ കഴിഞ്ഞാൽ ഈ ഒരു ഗ്യാസ് സ്റ്റൗ ആകെപ്പാട് അലങ്കോലമായി കിടക്കും. അപ്പോൾ നമുക്ക് ഒന്ന് തുടച്ചതിന് ശേഷം ഇതേപോലെ കുറച്ച് വിനാഗിരി ഇട്ടിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു ടിഷ്യൂ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ടോ നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് ഡിഷ് വാഷോ സോപ്പോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു വിനാഗിരി മാത്രം മതി കേട്ടോ. നമുക്ക് നമ്മുടെ ഈ ഒരു ഗ്യാസ് സ്റ്റൗ നല്ല രീതിയിൽ തന്നെ തിളക്കം ഉണ്ടാവുകയും ചെയ്യും. അതുമാത്രമല്ല അതിൻ്റെ മുകളിൽ എന്തൊരു ബാഡ് സ്മെല്ലും നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ. നമ്മൾ മീനൊക്കെ വറുത്ത് കഴിഞ്ഞാൽ ഒരുപാട് എണ്ണമയൊക്കെ ഉണ്ടാവും ഗ്യാസ് സ്റ്റൗവിൽ. അപ്പോൾ ആ ഒരു സ്മെല്ല് പോയി കിട്ടാനും അതേപോലെ തന്നെ ഗ്യാസ് സ്റ്റൗ നമ്മൾ എത്ര തുടച്ചിട്ടാലും അതിൻ്റെ മുകളിൽ കൂടെ ഉറുമ്പോ പല്ലിയോ പാറ്റയൊക്കെ എഴഞ്ഞ് നടക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു വിനാഗിരി വെച്ചിട്ട് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ അവകളൊന്നും ഈ ഒരു ഗ്യാസ് സ്റ്റോപ്പിൽ കയറാൻ ചാൻസ് ഇല്ല കേട്ടോ. ഈ ഒരു സ്മെല്ല് അവൾക്ക് അത്ര ഇഷ്ടമില്ലാത്ത ഒരു സ്മെല്ലാണ്, ഒരു അലർജി വരുത്തുന്ന ആ ഒരു ഫ്ലേവർ ആയത് കാരണം നമുക്ക് ആ ജീവികളൊക്കെ ഈ വീട്ടിൽ നിന്നും നമുക്ക് കിച്ചണിൽ നിന്നും നമുക്ക് തുരത്തി ഓടിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റീലിൻ്റെ ഈ ഒരു കപ്പ് ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗമൊക്കെ നമ്മൾ വിനാഗിരി വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുന്ന സമയത്ത് അതിൽ തുരുമ്പ് കയറില്ല. അതുമാത്രമല്ല അതിലെന്ത് കറയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് പറ്റിപ്പിടിച്ച കറയൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും. പിന്നെ മാത്രമല്ല നമുക്ക് ഉറുമ്പോ പല്ലിയോ കൂറയൊന്നും നമുക്കിതിൻ്റെ മുകളിൽ കയറാനും ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ രാത്രിയിൽ നമ്മുടെ കിച്ചണിലെ ജോലികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വിനാഗിരി വെച്ചിട്ടൊന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ വരുന്ന സമയത്തും പല്ലി പാറ്റ കൂറ അവകളൊന്നും നമ്മുടെ കിച്ചണിൽ കാണാൻ ചാൻസ് ഇല്ല. എപ്പോഴും നമ്മൾ രാവിലെ വരുന്ന സമയത്ത് എന്തെങ്കിലും ഇങ്ങനെ എഴഞ്ഞ് നടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ അറിയില്ലല്ലോ രാത്രി കിച്ചൺ കൗണ്ടർ ടോപ്പിലും അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ പല്ലിയൊക്കെ എഴഞ്ഞാൽ നമ്മൾ അറിയില്ല. അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അവകളൊന്നും കയറാൻ ചാൻസ് ഇല്ല കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഫ്രിഡ്ജിലെ ബാഡ് സ്മെല്ല് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് വിനാഗിരി ഒരു ചെറിയൊരു പാത്രത്തിലെടുത്തിട്ട് ഫ്രിഡ്ജിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇറച്ചിയും മീനും എല്ലാം വെക്കുന്നതാണല്ലോ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ കുറേ കഴിയുമ്പം അതിലൊരു ബാഡ് സ്മെല്ല് കാണും. അപ്പോൾ നമുക്ക് ആ ഒരു ബാഡ് സ്മെല്ലെല്ലാം ഈ ഒരു വിനാഗിരി വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട് കേട്ടോ വിനാഗിരിക്ക്. അപ്പോൾ നമ്മളെപ്പം ഫ്രിഡ്ജ് തുറക്കുന്ന സമയത്തും ഈ ഒരു വിനാഗിരിൻ്റെ സ്മെല്ലായിരിക്കും മുന്നിട്ട് നിൽക്കുക. എന്ത് ബാഡ് സ്മെല്ലുണ്ടെങ്കിലും അവിടെ അത് പോയിട്ട് നമുക്ക് ഈ ഒരു വിനാഗിരിൻ്റെ സ്മെല്ലായിരിക്കും നമുക്ക് അനുഭവപ്പെടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൻ്റെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് ഇതേ രീതിയിലൊന്ന് വെച്ച് കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് നമ്മുടെ വീട്ടിൽ സ്റ്റീലിൻ്റെ ടാപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കുറച്ച് കഴിയുമ്പോൾ തുരുമ്പെടുത്ത് കാണും. അപ്പോൾ നമുക്ക് ആ ഒരു തുരുമ്പ് കറ മാറാനും അതേപോലെ തന്നെ അതിൻ്റെ മുകളിലുള്ള ആ വെള്ളത്തിൻ്റെ കുത്തുകൾ സോപ്പ് തെറിച്ച കുത്തുകളൊക്കെ ഉണ്ടാവും. അതെല്ലാം പോയിട്ട് നമ്മുടെ ടാപ്പ് നല്ല ക്ലീനായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വിനാഗിരിയിൽ മുക്കിയിട്ട് ഇതേപോലെ ഒരു കോട്ടൻ്റെ തുണി മുക്കിയിട്ട് ഒന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെ തുടച്ചെടുക്കുന്ന സമയത്ത് സ്റ്റീൽ ടാപ്പൊക്കെ നല്ലൊരു ഷൈനിങ് ഉണ്ടാവും കേട്ടോ കാണാനായിട്ട്. അതുപോലെ തന്നെ അതിൻ്റെ മുകളിലുള്ള തുരുമ്പിൻ്റെ കറയും അതുപോലെ വെള്ളത്തിൻ്റെ കുത്തുകളെല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് പെർഫെക്റ്റായിട്ട് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ നമ്മുടെ വീട്ടിലുള്ള ഗ്ലാസിൻ്റെ ടേബിള് ഇതേപോലെ ടീപ്പോയൊക്കെ ഉണ്ടാവുമല്ലോ ഗ്ലാസിൻ്റെ, ഈ ഒരു ഗ്ലാസിൻ്റെ ടേബിളും ഇതേ രീതിയിൽ തന്നെ നമുക്ക് തുടച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. കുറച്ച് വിനാഗിരി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു കോട്ടൻ്റെ തുണിയോ ടിഷ്യോ എന്തെങ്കിലും വെച്ചിട്ട് ഇതേപോലെ നല്ലോണം ഒന്ന് അമർത്തി പ്രസ് ചെയ്തൊന്ന് തുടച്ചെടുക്കുക കേട്ടോ. അങ്ങനെ തുടച്ചിട്ട് പിന്നെ നമ്മൾ പേപ്പർ ഇട്ടിട്ട് ഒന്ന് തുടച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു ഗ്ലാസ് എല്ലാം ഒരു കുത്തുകൾ പോലും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായി കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള കണ്ണാടികൾ, നമ്മുടെ അലമാരൻ്റെ കണ്ണാടികളൊക്കെ അതിലും ഉണ്ടാവും. നമ്മൾ പൗഡർ ഇടുന്നവരാണെങ്കിൽ ആ ഒരു പൗഡർ പാറിയിട്ടുള്ള ആ ഒരു കുത്തും അതേപോലെ വെള്ളത്തിൻ്റെ കുത്തുകളൊക്കെ ഉണ്ടാവും. കണ്ണാടി ചില്ലിൽ പൗഡറിൻ്റെ കുത്തുകളും അതേപോലെ വെള്ളത്തിൻ്റെ പൊടിയും എല്ലാം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഒരു സൊല്യൂഷനിൽ മുക്കിയിട്ട് നല്ലോണം ഒരു പേപ്പർ വെച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കട്ടോ ഗ്ലാസ്സൊക്കെ. അങ്ങനെ തുടച്ചെടുക്കുന്ന സമയത്തും നമുക്ക് ആ ഒരു ഗ്ലാസ്സിനൊക്കെ നല്ലൊരു ഷൈനിങ് ഉണ്ടാവും, നല്ല തിളക്കം ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും ഒന്ന് ചെയ്ത് നോക്കുക. ഡൈനിങ് ടേബിൾ, ടീപ്പോയി അതേപോലെ കണ്ണാടി ചില്ലുകളെല്ലാം ഈ ഒരു സൊല്യൂഷനിൽ മുക്കിയിട്ടൊന്ന് തുടച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഷൈനിങ് ഉണ്ടാവും കേട്ടോ കാണാനായിട്ട്.
അപ്പോൾ ആഴ്ചയിൽ ഒരു തവണെങ്കിലും എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കുക. വിനാഗിരി എന്തായാലും ഒരു ബോട്ടിൽ നമ്മുടെ കിച്ചണിൽ വാങ്ങി വെക്കുന്നത് വളരെയേറെ നല്ലത് തന്നെയാണ്. അച്ചാറിടാൻ മാത്രമല്ല കേട്ടോ, നമ്മുടെ ക്ലീനിങ് ടിപ്പിന് ഒരുപാട് ഉപകാരപ്രദമാണ് കേട്ടോ വിനാഗിരി. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് കുറച്ച് വിനാഗിരി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. എന്നിട്ട് അതൊന്ന് ഡൈലൂട്ട് ചെയ്തതിന് ശേഷം ഒരു തുണി നല്ലോണം അതിൽ മുക്കി പിഴിഞ്ഞെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലെ ഫർണിച്ചറുകൾ ഇതേപോലെ ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. പ്രത്യേകിച്ച് ഇതേപോലെ വാതിലിനൊക്കെ കൊത്തുപണികളൊക്കെ ഉള്ള വാതിലാകുമ്പം ഇതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ എട്ടുകാലിയൊക്കെ വന്ന് മുട്ടയിടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വിനാഗിരിൻ്റെ സൊല്യൂഷനിൽ മുക്കിയിട്ട് നമ്മൾ തുടച്ചെടുക്കുന്ന സമയത്ത് എട്ടുകാലിക്കൊന്നും ഇതിൻ്റെ ഈ ഒരു സ്മെല്ല് ഇഷ്ടമില്ലാത്തത് കാരണം ഇതിൻ്റെ ഉള്ളിലൊന്നും വന്ന് മുട്ടടാൻ ചാൻസ് ഇല്ല കേട്ടോ. അതേപോലെ തന്നെ പല്ലി, പാറ്റ, കൂറ ഇവകളൊന്നും ഇവിടേക്ക് അടുക്കാൻ ചാൻസ് ഇല്ല. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ചെയ്ത് നോക്കുക. നല്ലൊരു ഷൈനിങ്ങും ഉണ്ടാവും. മാത്രമല്ല നമുക്ക് എട്ടുകാലിയോ പല്ലിയോ പാറ്റയോ ഒന്നും ഇവിടേക്കൊന്നും വരില്ല കേട്ടോ. ഈ ഒരു വിനാഗിരിൻ്റെ സ്മെല്ലുള്ളത് കാരണം നമ്മുടെ വീട്ടിലുള്ള ഫർണിച്ചറുകളെല്ലാം ഈ രീതിയിൽ നമുക്ക് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നല്ലൊരു ഷൈനിങ്ങും ഉണ്ടാവും, നല്ലൊരു സ്മെല്ലും കേട്ടോ നമ്മുടെ ഫർണിച്ചറുകളൊക്കെ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ വെള്ളമൊക്കെ കൊണ്ടുപോകുന്ന ഇതേപോലത്തെ ബോട്ടിലുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു തവണെങ്കിലും ബോട്ടിലുകൾ ഇതേപോലെ നമ്മളൊന്ന് ക്ലീൻ ആക്കി കൊടുക്കും കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് വിനാഗിരി ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അടപ്പ് വെച്ചിട്ട് നല്ലോണം ഒന്ന് ടൈറ്റ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കാം കേട്ടോ. അത് ഈ ബോട്ടിൽ കുറച്ച് സമയം ഇതേപോലെ ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ആ ഒരു ഉപ്പും അതേപോലെ വിനാഗിരിയും ഉള്ളത് കാരണം ഈ ഒരു ബോട്ടിൻ്റെ ഉൾവശം നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുള്ള എന്തൊരു ബാഡ് സ്മെല്ല് പോയി കിട്ടാനും പറ്റും. അതുമാത്രമല്ല ബാക്ടീരിയാസ്, ജെംസൊക്കെ ഉണ്ടാവും. അതെല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ബോട്ടിൻ്റെ ഉള്ളിൽ ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ഒന്ന് ചെയ്ത് നോക്കുക. കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ കൊണ്ടുവന്ന ബോട്ടിൽ ആഴ്ചയിൽ ഒരു തവണെങ്കിലും ഇതേ രീതിയിൽ നമ്മളൊന്ന് ക്ലീനാക്കി കൊടുക്കാകുമ്പം നമുക്ക് ഒരുപാട് രോഗങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റും ചെയ്യും. മാത്രമല്ല ബാഡ് സ്മെല്ലെല്ലാം പോയി കിട്ടാൻ പറ്റും ചെയ്യും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മളെല്ലാവരും ടൂത്ത് ബ്രഷ് ഉപയോഗിക്കുന്നവരാണല്ലോ. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒരു തവണെങ്കിലും ഇതേപോലെ നമ്മുടെ ടൂത്ത് ബ്രഷ് ഒന്ന് കഴുകിയെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഒരു കപ്പിലേക്ക് ഞാൻ ചെറിയ ചൂടുള്ള വെള്ളം കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പും അതേപോലെ കുറച്ച് വിനാഗിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഈ ഒരു ബ്രഷ് നമുക്ക് ഈ ഒരു വെള്ളത്തിൽ മുക്കി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമുക്ക് ബ്രഷ് കഴുകി കളഞ്ഞാൽ ഈ ബ്രഷിൻ്റെ ഈ ഒരു സൈഡിലൊക്കെ നല്ലോണം അഴുക്കുകൾ ഉണ്ടാവും. നമ്മൾ പല്ല് തേക്കുന്ന ബ്രഷല്ലേ, നല്ലോണം അഴുക്കുകൾ ഉണ്ടാവും. അപ്പോൾ ആ ഒരു അഴുക്കുകളൊക്കെ നമുക്ക് പോയി കിട്ടാനും പറ്റും. അതുമാത്രമല്ല എന്ത് ബാക്ടീരിയാസും ജേംസൊക്കെ നമുക്ക് നശിച്ചു പോകാനും പറ്റും കേട്ടോ. വിനാഗിരിയും ഉപ്പും അതേപോലെ ചെറിയ ചൂടുവെള്ളമാണല്ലോ നമ്മൾ ഇട്ട് വെക്കുന്നത്. അപ്പോൾ ഈ ഒരു ബ്രഷിൻ്റെ ഉള്ളിലുള്ള ജേംസും അണുക്കളെല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ബ്രഷ് ക്ലീനായി കിട്ടാനായിട്ട്, നമ്മൾ വായിലിട്ട് പല്ല് തേക്കുന്നതല്ലേ, നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ ഒരു തവണെങ്കിലും ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിനാഗിരി വെച്ചിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ കേട്ടോ. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ദാരിയാസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.